ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 13 മണിക്കൂർ വരെ ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. അതായത് വെള്ളം പോലും കുടിക്കാതെയാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് അമിതമായിട്ട് ധാരാളം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം നേരത്തെ പറഞ്ഞതുപോലെ സാവധാനം ചവച്ചരച്ച് നോമ്പ് തുറന്ന് അല്പം ശുദ്ധജലം, കാരണം അവിടെ ജ്യൂസല്ല വേണ്ടത്, അവിടെ മറ്റെന്തെങ്കിലും പാനീയങ്ങളല്ല വേണ്ടത്. ദാഹത്തെ ശമിപ്പിക്കുന്നത്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്, ശരീരത്തിന് കുളിർമ കിട്ടുന്നത് ദാഹജലമാണ്, ശുദ്ധജലമാണ്. അപ്പോൾ നല്ല പച്ചവെള്ളം കുടിക്കുക, ഈത്തപ്പഴം കഴിക്കുക. ഇങ്ങനെയാണ് നോമ്പ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ശേഷം വേണമെങ്കിൽ അവർക്ക് മറ്റ് പലഹാരങ്ങളോ എല്ലാം ആവാം. കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഈത്തപ്പഴവും വെള്ളവും ജ്യൂസും ഫ്രൂട്ട്സും മറ്റ് പലഹാരങ്ങളും കൂടി കഴിച്ചാൽ പിന്നെ അവർക്ക് വിശപ്പില്ല. പിന്നെ നമ്മളവിടെ പത്തിരിയും ഇറച്ചിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ വിഭവങ്ങളുണ്ട്. ഇതെങ്ങനെ കഴിക്കും? അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈത്തപ്പഴവും വെള്ളവും കുടിച്ച് നോമ്പ് തുറന്ന്, അതായത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു ഭക്ഷണം കഴിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാം, ആ സമയത്ത് നമുക്ക് ഇറച്ചി കഴിക്കാം, ആ സമയത്ത് നമുക്ക് മത്സ്യം കഴിക്കാം, ആ സമയത്ത് നമുക്ക് മുട്ട കഴിക്കാം. ഇനി കാർബോഹൈഡ്രേറ്റ് കിട്ടാനതിന് വേണ്ടി പത്തിരിയോ ദോശയോ ചോറോ എന്തോ ആവാം. എന്തായിരിക്കണം? മിതമായിരിക്കണം. ഇനി പൊരിക്കടികളോ ആവാം, പക്ഷേ മിതമായിട്ടാവാം.